ഞങ്ങൾ ഒരുപാട് വേദനകളുടെ, ഒരുപാട് നെടുവീർപ്പുകളുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഒരുപാട് വേദനകളുടെ, കണ്ണീരിന്റെ, നെടുവീർപ്പിന്റെ ശബ്ദമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇത് കണ്ണൂരിലോ കേരളത്തിലോ കാസർഗോട്ടോ കോഴിക്കോട്ടോ കർണാടകയിലോ തമിഴ്നാട്ടിലോ മാത്രമല്ല, യുപിയിലെ മീററ്റിലെയും അലിഗഡിലെയും ഉമ്മമാരുടെ വേദന, ഉപ്പമാരുടെ തേങ്ങലുകൾ, ആസാമിലെ നെല്ലിയില് ഒരൊറ്റ രാത്രി കൊണ്ട് 100 കണക്കിന് ആളുകളെ, നെല്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലെ 100 കണക്കിന് ആളുകളെ ഒരൊറ്റ രാത്രി കൊണ്ട് കൊന്ന് കിണറിലിട്ട് കുഴിച്ചു മൂടാനുള്ള പരിശ്രമത്തിനിടയിൽ ആ കിണറിലെ വെള്ളത്തിന്റെ മുകളിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട 9 വയസ്സുകാരി മല്ലിക ബാനു എന്ന് പറയുന്ന പെൺകുട്ടി ഈ ലോകത്തോട് പറഞ്ഞു, നെല്ലിയിലെ RSSന്റെ ആളുകള്, കർസേവകര്, ഹിന്ദുത്വ ഭീകരവാദികള് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് ഓരോ കുടുംബത്തിലെയും ആളുകളെ കൊണ്ടുപോയി കൊന്ന് ആ വഴിവക്കത്തുള്ള കിണറിൽ കൊണ്ടുപോയിട്ടു. കിണറിന്റെ മുകളില്, വെള്ളത്തിന്റെ മുകളിലായിപ്പോയത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് എന്ന് നെല്ലിയിലെ പാവപ്പെട്ട മല്ലിക ബാനു എന്ന് പറയുന്ന പെൺകുട്ടി പറയുമ്പോ, ഇത് ഞങ്ങൾക്ക് ആളാവാൻ ഉണ്ടാക്കിയതല്ല, ഇത് ഞങ്ങൾക്ക് സുഖവാസ കേന്ദ്രങ്ങൾ സ്വപ്നം കണ്ടുണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് AC രമ്യ ഹർമ്മങ്ങള് സ്വപ്നം കണ്ടുണ്ടാക്കിയതല്ല, ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ രാജ്യം കെട്ടിപ്പടുക്കാൻ ഉണ്ടാക്കിയതാ. ഇവിടെ ഞങ്ങൾക്ക് പൂവിരിച്ച പരവതാനികൾ ലഭിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഒരുപാട് വേദനകൾ, ഒരുപാട് കണ്ണീരുകൾ, അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക സൃഷ്ടിച്ചത്. ആ നെടുവീർപ്പുകൾ ഏറ്റെടുക്കുക ഞങ്ങൾ ചെയ്തത്. الذين يقولون ربنا اخرجنا من هذه القريه الظالم اهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. പടച്ചവനെ, ഒരു സഹായിയെയോ രക്ഷകനെയോ അയച്ചുകൊണ്ട തമ്പുരാനെ, അല്ലെങ്കിൽ ഞങ്ങളെ ഈ നാട്ടിൽ നിന്നൊന്ന് രക്ഷിക്കുക തമ്പുരാനെ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നെടുവീർപ്പയച്ച ഈ രാജ്യത്തിലെ, ഇന്ത്യ രാജ്യത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീ പുരുഷന്മാരുടെ, കുട്ടികളുടെ, വൃദ്ധന്മാരുടെ നെടുവീർപ്പുകളുടെ, തേങ്ങലുകളുടെ, കരച്ചിലിന്റെ, കണ്ണീർ കണങ്ങളുടെ സൃഷ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇതിനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാനാവില്ല. എന്ന് ഈ കണ്ണീരുകൾ അവസാനിക്കുന്നുവോ, എന്ന് ഈ തേങ്ങലുകൾ അവസാനിക്കുന്നുവോ, എന്ന് ഈ നെടുവീർപ്പുകൾ അവസാനിക്കുന്നുവോ, അന്ന് ഞങ്ങൾ ഇല്ലാതെയാകും. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് അത് തരാൻ പറ്റുമോ? അടിച്ചമർത്തിയിട്ട് ഇതിനില്ലാതാക്കാൻ നോക്കരുത്. ഈ കണ്ണീരുകൾ ഒപ്പി, ഈ തേങ്ങലുകൾ അകറ്റി, ഈ നെടുവീർപ്പുകളെ ആശ്വസിപ്പിച്ച് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ നിങ്ങൾക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്.